ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്നതും വളരെ രുചികരവും എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാനും പറ്റുന്ന നല്ലൊരു റാഗി ദോശയും അതിൻ്റെ കൂടെ സൈഡായിട്ട് നല്ലൊരു തക്കാളി ചട്നിയുമാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ റാഗി ദോശ തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് അവലാണ്. ഞാനിപ്പോൾ ഒരു അരക്കപ്പ് അളവിൽ അവൽ എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഒരു റോസ് കളറിൽ അവലാണ് എടുത്തിട്ടുള്ളത്. അതല്ല നമുക്ക് വെള്ള അവലാണെന്നുണ്ടെങ്കിൽ അത് എടുക്കാവുന്നേ ഉള്ളൂ. ഈ അരക്കപ്പ് അളവിൽ അവൽ നമുക്ക് ഒരു ബൗളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 വെള്ളം നമുക്കൊന്ന് കഴുകിയെടുക്കണം. ഇതുപോലെ ഒരു 2-3 വെള്ളം കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അത്രയും സമയം കൊണ്ട് നമ്മൾ അവൽ നല്ലതുപോലെ ഒന്ന് കുതിർന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഒരു 5 മിനിറ്റിന് ശേഷം പിന്നീട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിനെടുത്ത് വെക്കാം. അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റാഗിപ്പൊടിയാണ്. അത് ഒന്നുകിൽ നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങുന്ന റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ റാഗി മുഴുവനായിട്ട് വാങ്ങിയതിന് ശേഷം വീട്ടിൽ പൊടിച്ചെടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഏതാണെന്നുണ്ടെങ്കിലും 1 കപ്പ് അളവിലാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ പിന്നെ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇതുപോലെ ഒരു 5 മിനിറ്റോളമായിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തെടുത്ത് വെച്ചിരിക്കുന്ന അവലും കൂടി. അവലിലെ ആ കംപ്ലീറ്റ് വെള്ളവും ഒന്ന് മാറ്റിയതിന് ശേഷം വേണം നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട്. ഇത് രണ്ടും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1/4 കപ്പ് അളവിൽ തൈരും കൂടി. അപ്പോൾ ഇതുപോലെ കട്ടിയായിട്ടുള്ള തൈരാണ് ഒരു 1/4 കപ്പ് അളവിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ലൂസായിട്ടുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി കൂടുതൽ ചേർക്കാം. ഇതിലേക്ക് ഇനി ഏകദേശം ഒരു 1.5 കപ്പോളം വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മളിപ്പോൾ സാധാരണ ദോശയ്ക്കൊക്കെ അരച്ചെടുക്കില്ലേ, ആ ഒരു കട്ടിക്ക് വേണം ഒന്ന് അരഞ്ഞു കിട്ടാനായിട്ട്. ആദ്യം കുറച്ച് വെള്ളം വെച്ചിട്ട് നമ്മളൊന്ന് അരച്ചെടുത്താൽ മതിയാവും. പിന്നീട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. എന്നാൽ ശരി, ഞാൻ പെട്ടെന്ന് പോയി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ നല്ല ഫൈനായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുക്കുന്ന സമയത്ത് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് കൂടുതലായിട്ട് ചേർത്ത് കൊടുത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ആകെ നമുക്ക് 2 കപ്പ് അളവിലാണ് വെള്ളം വേണ്ടി വന്നിട്ടുള്ളത്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഇത്രയും കട്ടിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മൾ സാധാരണ ദോശയ്ക്കൊക്കെയുള്ള ആ ഒരു ദോശമാവിൻ്റെ ആ ഒരു കട്ടിയുണ്ടല്ലോ, അതേ സെയിം കട്ടിക്ക് വേണം നമ്മളൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഈ മാവിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയാണ്. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം മാത്രം നമുക്ക് ദോശ ചുട്ട് തുടങ്ങാം. ഈ 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ചട്നിയും കൂടി തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ ഈ തക്കാളി ചമ്മന്തി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ അത്യാവശ്യം വലിയ തക്കാളിയിൽ ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്കും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 4 ചെറിയ വെളുത്തുള്ളി അല്ലിയും കൂടി. അത്യാവശ്യം വലിയ വെളുത്തുള്ളി അല്ലിയാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം മതിയാവും. കൂടെ തന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളകും കൂടിയാണ്. ഞാനിപ്പോൾ ഒരു 3 വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളക് ചേർക്കാവുന്നതാണ്. ഇനി ഈ ചട്നിക്ക് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർക്കാതെ പെട്ടെന്ന് ചെന്ന് അരച്ചെടുത്തിട്ട് വരാം. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇതുപോലെ നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ചെറിയതായിട്ടൊരു താളിപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. താളിപ്പിന് വേണ്ടിയിട്ട് ചെറിയൊരു കടായിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കുകയാണ്. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും ഒരു വറ്റൽമുളക്, കൂടെ തന്നെ ഒരല്പം കറിവേപ്പിലയും കൂടി. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു പിഞ്ച് അളവിൽ കായപ്പൊടിയും കൂടി ചേർക്കുകയാണ്. കായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് ഈ ചൂടോടുകൂടി തന്നെ നമ്മുടെ ഈ ചട്നിയിലേക്കൊന്ന് ചേർക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 2-3 മിനിറ്റ് മാത്രമേ നമ്മൾ ഈ ചട്നി തയ്യാറാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളൂ. വളരെ ടേസ്റ്റിയും വളരെ എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ദോശ തയ്യാറാക്കി എടുക്കാം.
ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ മാവെല്ലാം നല്ലതുപോലെ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി കൂടുതലായിട്ട് കട്ടിയായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതിപ്പോൾ കറക്റ്റ് രീതിക്ക് തന്നെയാണ് ഉള്ളത്. നമ്മളിനി കൂടുതൽ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ദോശ കൂടി ഒന്ന് ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ദോശക്കല്ല് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം എണ്ണ പുരട്ടി കൊടുക്കാം. അതല്ല നോൺ സ്റ്റിക്കിൻ്റെ ആണെന്നുണ്ടെങ്കിൽ എണ്ണ പുരട്ടേണ്ട ആവശ്യമില്ല. ഇനി നമ്മുടെ ഏത് സൈസിലുള്ള ആവശ്യത്തിനുള്ള മാവ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് വേണ്ടതാണ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ചെറിയ ഉള്ളിയും കൂടി നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചെറിയ ഉള്ളി ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി, ഒരു 2-3 കഷ്ണം മാത്രം പച്ചമുളകും കൂടി ചേർക്കുകയാണ്. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ ദോശയിലേക്ക് ചുറ്റിച്ചു കൊടുക്കുന്നത് പോലെ ഒരല്പം നെയ്യോ എണ്ണയോ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഒരു സൈഡ് ദോശ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. മറു സൈഡും നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുക്കാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ള ഒരു റാഗി ദോശയാണ് കേട്ടോ. നമ്മൾ സാധാരണ ഈ റാഗി ദോശയുടെ ആ ഒരു ടേസ്റ്റ് പലർക്കും ഇഷ്ടം ഉണ്ടാവില്ല. അതിൻ്റെ പേരിൽ പലരും അത് ട്രൈ ചെയ്യാറില്ല. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ റാഗി ദോശ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. കൂടെ തന്നെ ഈ ചട്നിയും കൂടി ഉണ്ടെങ്കിൽ വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുന്നവരെല്ലാവരും എനിക്ക് ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.